കൊല്ലം ചവറയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ താന്നിമുട പ്രീത, പയ്യലക്കാവ്, രോഹിണിയിൽ ശാരിക എന്നിവർക്ക് പരിക്കേറ്റു. ഇരുവർക്കും കാൽമുട്ടിനാണ് പരിക്കേറ്റത്. വനമന്ത്രിയുടെ മണ്ഡലം കൂടിയാണ് ചവറ. AV ജയശങ്കർ വിവരം നൽകും. ജയശങ്കർ, എല്ലായിടത്തും കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിന്റെ വാർത്തയാണ്. ഇപ്പോൾ ചവറയിൽ വനമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ ഇപ്പോൾ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. എന്താണ് പരിക്കേറ്റവരുടെ നില? അതായത് സ്മൃതി, വനമേഖലയുമായി ഒരു ബന്ധവുമില്ലാത്ത പ്രദേശമാണ്, മണ്ഡലമാണ് ചവറ എന്ന് പറയുന്നത്. ഈ ചവറയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണ് വനപ്രദേശമുള്ളത്. തീരദേശ മേഖലയാണ് ചവറ. ഈ ചവറയിൽ പോലും കാട്ടുപന്നി ആക്രമണത്തിൽ, കാട്ടുപന്നി ശല്യത്തിൽ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. വനമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ ഇത്തരത്തിൽ കാട്ടുപന്നി ആക്രമണം ഉണ്ടാകുന്നു. 2 സ്ത്രീകൾക്കാണ് കാട്ടുപന്നി ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റത്. പ്രീത, ശാരിക, അങ്ങനെ 2 പേർക്കാണ് പരിക്ക്. ഇരുവരുടെയും കാൽമുട്ടിനാണ് പരിക്കേറ്റത്. ഗുരുതരമായ പരിക്കല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇരുവരും ആശുപത്രിയിൽ ചെല്ലുകയും ചികിത്സ തേടുകയും ചെയ്തു. ഈ കാട്ടുപന്നികൾ ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് കൂട്ടമായി വരികയാണ്. ആദ്യം ഈ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ, മലയോര മേഖലകളിലാണെങ്കിൽ, ഇപ്പോഴത് ഇങ്ങോട്ട് തീരദേശ മേഖലയിലേക്ക് വരെ കാട്ടുപന്നികൾ എത്തുന്ന ഒരു ഗുരുതര സാഹചര്യമാണുള്ളത്. എന്തായാലും പരിക്കേറ്റ 2 സ്ത്രീകളുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. അവർക്ക് ഗുരുതരമായ പ്രശ്നങ്ങളില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. AV ജയശങ്കറാണ് കൊല്ലത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്.